ഇനി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ സാരംഗ് സുധാകരൻ ചെയ്യുന്നുണ്ട്. സാരംഗ്, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള 27 സർവീസുകളാണ് റദ്ദാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തേക്കുള്ള 14 ഗൾഫിലേക്കുള്ള 13 റദ്ദാക്കിയവയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതും മനസ്സിലാവുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? യാത്രക്കാരുടെ പ്രതിസന്ധി അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഹരി, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതേ സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ 14, 13 അടക്കം 27 സർവീസുകളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യുദ്ധ സാഹചര്യം നിലനിന്ന അന്നു മുതൽ, അതായത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ദിവസം മുതൽ ഇത്തരത്തിലുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ഇപ്പോൾ യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും കേരളത്തിലേക്ക് വരേണ്ടതും ഇവിടെ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് അടക്കം പോകേണ്ട യാത്രക്കാർ ഈ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന കൊണ്ട് തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഒരു അയവ് വരാതെ തന്നെ ഈ ഒരു സർവീസുകൾ പുനരാരംഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെയിൽ വഴിയാണ് ഇപ്പോൾ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എത്തിഹാദിൻ്റെയും മറ്റ് എയർ ഇന്ത്യയുടെ അടക്കമുള്ള വിമാന സർവീസുകളെല്ലാം റദ്ദ് ചെയ്തിരിക്കുകയാണ്. മറ്റ് രാഷ്ട്രങ്ങളിലേക്കുള്ള കോലാലംപൂർ അടക്കമുള്ള സിംഗപ്പൂരും മറ്റ് മാലി അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ മാത്രമാണ് ഇന്ന് നടത്തുന്നത്. ഇടയ്ക്ക് ഒരു ഒമാൻ സർവീസ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു, അല്ലാതെ ഇന്ന് അത്തരത്തിലുള്ള സർവീസുകൾ ഒന്നും തന്നെ ഇതുവരെയും അറിയിച്ചിട്ടില്ല. എല്ലാവരും, അതായത് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ യാത്രക്കാരും എയർപോർട്ടിലേക്ക് വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല. എന്ത് തന്നെയായാലും അറിയിപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ എയർപോർട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യമുള്ളൂ. മറ്റുള്ള രീതികളിലെല്ലാം, അതായത് ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും എല്ലാം എയർപോർട്ടിൽ ഓരോ എയർവേസിൻ്റെയും ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ യുദ്ധ സാഹചര്യത്തിലെ അയവ് വരുന്നതിനനുസരിച്ചായിരിക്കും ഇനി തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കുകയുള്ളൂ. ഹരി, അതാണ് സാഹചര്യം. സ്വാഭാവികമാണ്. അത്രയധികം പ്രതിസന്ധിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളും. 28-ാം തീയതി തുടങ്ങിയ യുദ്ധമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള യാത്രാ പ്രതിസന്ധി വളരെ രൂക്ഷമായി നിൽക്കുമ്പോൾ കരിപ്പൂരിൽ നിന്ന് CV അനുമോദ് കൂടി ചേരുകയാണ്. അനുമോദ്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുറപ്പെടേണ്ട 32 വിമാനങ്ങൾ അല്ലേ, കരിപ്പൂരിലേക്ക് എത്തേണ്ട 26 വിമാനങ്ങളുമാണ് റദ്ദാക്കിയതായിട്ട് മനസ്സിലാക്കുന്നത്. വളരെ രൂക്ഷമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നതിൽ തർക്കമൊന്നുമില്ല. നിലവിൽ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? യാത്രക്കാരുടെ പ്രതിസന്ധി ഇത്രമാത്രം രൂക്ഷമാണ്? ഹരി, കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. ഇവിടേക്ക് എത്തേണ്ട 36ഉം അതുപോലെ തന്നെ ഇവിടുന്ന് പുറപ്പെടേണ്ട 29 വിമാനങ്ങൾ ഇതിനോടകം റദ്ദാക്കിയതായിട്ടാണ് വിവരം. 65 സർവീസുകളാകെ കരിപ്പൂരിൽ നിന്നും ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് 2 സർവീസുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അത് രാവിലെ ഫ്ലൈനാസിന്റെയും സലാം എയറിന്റെയും, ഫ്ലൈനാസിന്റെ റിയാദിലേക്കും സലാം എയറിന്റെ മസ്കറ്റിലേക്കുമാണ് പുറപ്പെട്ടിരിക്കുന്നത്. മറ്റെല്ലാ വിമാനങ്ങളും അവരുടെ സർവീസ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ഇനി എന്ന് മുതൽ സർവീസ് നടത്തുന്നതിനെ കുറിച്ചും അനിശ്ചിതത്വം തുടരുകയാണ്. ഇതിൽ തന്നെ ചില വിമാനങ്ങളൊക്കെ ഈ മാസം 9